എന്തിനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമൊക്കെ ഇതിനു വേണ്ടി പിന്തുണച്ചത് എന്നുള്ളതാണ് അവിടെയാണ് സംശയം. ഞാനൊരു കഥ പറയാം. ഒരു പുഴ കടക്കാൻ ഒരു തേള് തവളയോട് സഹായം ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, തേളെ നിനക്ക് ഈ കുത്തുന്ന സ്വഭാവമുണ്ട്, അപ്പം ഞാൻ നിന്നെ പുറത്ത് കയറ്റി അപ്പുറം കിടത്തെ നീ വഴി വെച്ച് എനിക്കിട്ട് കുത്തും. അപ്പോൾ തിരിച്ച് തേളി ചോദിച്ചു, അത് പറ്റില്ലല്ലോ, കുത്തിയാൽ തവള ചത്തുപോകും, താൻ ചത്താൽ ഞാനും ചാവും, മുങ്ങിപ്പോവും. അപ്പം തവളയ്ക്ക് തോന്നി ശരിയാണല്ലോ. തവള പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ തേളിനെ തവളയുടെ പുറത്ത് കയറ്റി നടുക്കെത്തിയപ്പോൾ കൃത്യമായിട്ട് വിഷവാല് വെച്ച് തേളൊരു കുത്തു വെച്ചു തവളയ്ക്ക്. അപ്പോൾ തവള ഇങ്ങനെ തേളിനെ തിരിഞ്ഞ് നോക്കുമ്പം തേള് പറഞ്ഞു, ശരിയാണ്, താനിപ്പോൾ ചത്തുപോകും, ഞാനും മുങ്ങിച്ചാവും, പക്ഷേ എൻ്റെ വർഗ്ഗ സ്വഭാവമാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, സോറി. രണ്ടുപേരും മുങ്ങിച്ചത്തു. ഈ തേളാണ് ബി ജെ പിക്ക് അറിയാം കേരളത്തിലെ 4 ജില്ലകളിൽ വളരെ കൃത്യമായി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണം, ക്രിസ്ത്യാനിലെ വോട്ട് വേണം, ഇതൊക്കെ അറിയാം, ഈ തിയറിയൊക്കെ അറിയാം. പക്ഷേ കയ്യിലിരിക്കുന്ന ഫ്രോഡ് പുറത്ത് വരും, ആ കലി പുറത്ത് വരും. ക്രിസ്മസ് ആഘോഷം കണ്ടാൽ, മറ്റൊരു മതസ്ഥൻ്റെ ആഘോഷം കണ്ടാൽ ആ പരിപാടി ഈ പറഞ്ഞ പ്ലാനും പദ്ധതിയും മുഴുവൻ കളഞ്ഞിട്ട് എടുത്ത് വെളിച്ചാടും. അല്ലെങ്കിൽ ഇന്നലത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നതിന് പകരം പാലക്കാട് ബി ജെ പിയുടെ നേതാവ്, കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ്, രണ്ടുപേരും മാന്യമായിട്ട് ക്രിസ്മസ് കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടി കൂടി അവിടെ ക്രിസ്ത്യൻ പദ്ധതിയെ പൊളിച്ചു കളയുന്ന കാഴ്ചയാണ് കണ്ടത്.